ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സജിത ഭാസ്കർ വ്ളോഗ്സ്. ഇന്ന് നമ്മളിപ്പോൾ മെട്രോയിൽ കയറാൻ പോവുകയാണ്. പൂനെയിൽ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അപ്പം നമ്മൾ ശനിവാർ വാട അങ്ങനെ കുറച്ചൊരു ടൂറിസ്റ്റ് പ്ലേസൊക്കെ ഉണ്ട് അവിടെ. അവിടേക്ക് ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ. ഞങ്ങളപ്പോൾ മെട്രോയിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ എത്തും ചെയ്യാൻ, മെട്രോയിലും കയറാമെന്നല്ലോ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ മെട്രോ സ്റ്റേഷനിലെത്തി. PCMC പൂനെ ചിഞ്ചുവാഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ സ്റ്റേഷനിലാണ് നമ്മൾ എത്തിയത്. മെട്രോ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഓൺലൈനായിട്ട് ടിക്കറ്റൊക്കെ അവിടെ നിന്ന് തന്നെ നമുക്ക് എടുക്കണം കേട്ടോ. എടുത്തിട്ട് നമ്മൾ മെട്രോ കയറാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. നമുക്ക് 6 പേർക്കും കൂടെ 126 രൂപയാണ് ആയത് അവിടുന്ന് ശനിവാർ വാടയ്ക്ക്. അപ്പോൾ ശനിവാർ വാട അവിടുന്ന് കുറച്ചും കൂടെ ദൂരം പോകണം കേട്ടോ. ബസ്സിൽ പോകണം. ശനിവാർ വാട എത്തില്ല, അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഇറങ്ങണം. അവിടുന്ന് കുറച്ചും കൂടെ ദൂരം ബസ്സിൽ പോകണം. അപ്പം ഞങ്ങളെല്ലാവരും ഭയങ്കര ആകാംക്ഷയിലായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് മെട്രോയിൽ കയറുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മളുടെ ബാഗൊക്കെ സ്കാൻ ചെയ്തു. നമ്മളുടെ ദേഹപരിശോധനയും എല്ലാം കഴിഞ്ഞു. അപ്പോൾ ലേഡീസ് തന്നെയാണ് പരിശോധിക്കുന്നത്. ആണുങ്ങൾക്കാണെങ്കിൽ ജെൻസ് തന്നെയാണ് പരിശോധിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് അത് കഴിഞ്ഞു. നമ്മളുടെ ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്തതിന് ശേഷമാണ് അവർ കടത്തിവിടുന്നത്. ഓരോരുത്തരായിട്ട് അത് കൂടെ കടത്തിവിടുകയാണ്. അവിടെ നിന്ന് കടത്തിവിട്ട് നമ്മൾ നേരെ പിന്നെയും നമ്മൾ എസ്കലേറ്ററിൽ കയറിയിട്ട് നമ്മൾ മുകളിലെത്തിയിട്ടോ. മുകളിലാണ് മെട്രോ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം മുകളിലാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ഏറ്റവും മുകളിലെത്തി. അവിടുന്ന് മെട്രോ കാത്ത് നിൽക്കണം. അമ്മ അതിൽ കയറുകയാണ്. അമ്മയ്ക്ക് എസ്കലേറ്ററിൽ കയറാപ്പോൾ ശീലമായിട്ടോ. അമ്മയും അച്ഛനും ഇപ്പോൾ പേടിയില്ലാതെ കയറുന്നുണ്ട്. കോഴിക്കോട് വരുമ്പോഴാണെങ്കിലും ഞാൻ ഇവിടെ ഹൈലൈറ്റ് മാളിലും ഫോക്കസ് മാളിലൊക്കെ പോകുമ്പോൾ എസ്കലേറ്ററിൽ കയറ്റിയിട്ട് അമ്മയ്ക്ക് ആ പേടിയൊക്കെ മാറിയിട്ടോ. ഇപ്പോൾ സുഖമായിട്ട് കയറും. എന്നാലും ഞാനിങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കും. എന്താ വെച്ചാൽ പെട്ടെന്ന് മുന്നോട്ട് വീഴാൻ പോകണ്ട വിചാരിച്ചിട്ട്. അപ്പോൾ മെട്രോ ഒക്കെ വന്നു. ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി. രാവിലെ ആയതുകൊണ്ട് തന്നെ അത്ര തിരക്കില്ല. നല്ല ക്ലീൻ ആയിരുന്നു കേട്ടോ. നീറ്റായിരുന്നു. അധികം തിരക്കൊന്നുമില്ല. ഞങ്ങളപ്പോൾ അവിടെ ഇരുന്നിട്ട് മെട്രോയിൽ കയറി ഇരുന്നിട്ട് ഇപ്പോൾ അതിൻ്റെ പുറം കാഴ്ചകളൊക്കെ ഒന്ന് കാണുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതിലിങ്ങനെ പോകുമ്പോൾ 2 സൈഡിലും ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളിവിടെ ഇറങ്ങുകയാണ്. ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറച്ച് ബസ്സിൽ പോകാനുണ്ട്. നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്തേക്ക് ബസ്സിൽ പോകാനുണ്ട്. അപ്പോൾ ഇവിടുത്തെ ബസ്സുകളുടെയൊക്കെ പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാം ഗവൺമെൻറ് ബസ്സുകളാണ് കേട്ടോ. പ്രൈവറ്റ് ബസ്സുകളൊന്നുമില്ല നമ്മളുടെ നാട്ടിലത്തെ പോലെ. ഈ ഗവൺമെൻറ് ബസ് തന്നെ നല്ല വൃത്തിയുള്ള ബസ്സുകളാണ്. AC ബസ്സും ലോ ഫ്ലോർ ബസ്സും ഒക്കെ ഉണ്ട്. സാധാരണ നോൺ AC അങ്ങനത്തെ ബസ്സുകളും ഉണ്ട്. അവിടുത്തെ ചാർജ് ആണെങ്കിൽ വളരെ തുച്ഛമായ ചാർജാണ്. മിനിമം ചാർജ് എന്ന് പറയുന്നത്. മിനിമം ചാർജ് 5 രൂപയെന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു 50 രൂപയുടെ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടുത്തെ ഏത് ബസ്സിലാണെങ്കിലും സഞ്ചരിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഞങ്ങളിപ്പോൾ നേരെ ബസ്സിലൊക്കെ കയറി നേരെ ഇറങ്ങിയത് ദേവീക്ഷേട്ടിലാണ്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞു. അവിടുത്തെ ഗണപതി അമ്പലത്തിലേക്ക് ഒന്ന് തൊഴാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ ഇറങ്ങിയത്. അപ്പോൾ ഇന്ന് ചതുർത്ഥിയുടെ ദിവസം ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. എന്ത് തിരക്കാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിയില്ല. അത്രത്തോളം കാല് കുത്താൻ സ്ഥലമില്ലാത്ത അത്ര തിരക്ക്. ഉന്തി തള്ളി തിരക്കിയിട്ടാണ്. അപ്പോൾ ഒരുപാട് ക്യൂ. രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്നിട്ടുണ്ടെങ്കിലും തൊഴാൻ പറ്റാത്ത ആ രീതിയിലുള്ള ക്യൂ ആണ്. അപ്പോൾ ഞങ്ങൾ നേരെ പോയി പുറത്തു കൂടെ പ്രദക്ഷിണമൊക്കെ വെച്ച് ഞങ്ങൾ അവിടെ നിന്ന് പുറത്തുനിന്ന് തൊഴുതേ ഉള്ളൂ. കാരണം അത്ര തിരക്കിലൂടെ നമുക്ക് പോകാൻ പറ്റില്ല വിചാരിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. അന്നത്തെ ദിവസം ഒരു 3-4 മണിക്കൂർ അവിടെ ക്യൂവിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം ദിവസവും നഷ്ടപ്പെടും. അപ്പം ഞങ്ങൾക്ക് അവിടെ ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ശനിവാർ വാടയിൽ പോകാനോ അവിടുത്തെ കാര്യങ്ങൾ കാണാനോ ഒന്നും തന്നെ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ നിന്നില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ പുറത്തു കൂടെ തൊഴുതു. അവിടുത്തെ പ്രസാദങ്ങളൊക്കെ പുറത്തുനിന്ന് തന്നെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഉള്ളിൽ പൂജിച്ച പ്രസാദമല്ല. ഇവിടെ ആളുകളൊക്കെ ലഡു, കുഴക്കട്ട, പേട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബോക്സിൽ വാങ്ങിയിട്ട് അമ്പലത്തിൽ ഗണപതിക്ക് കൊണ്ടുപോയിട്ട് പൂജിച്ച് വഴിപാട് പ്രസാദം പോലെ തിരിച്ച് വാങ്ങിക്കുന്നുണ്ട്. അവിടെ കൊണ്ടുപോയി തിരുമേനി പൂജിച്ച് കൊടുക്കുമെന്നാണ് പറയുന്നത്. എന്നിട്ട് അതൊക്കെ പുറത്തുനിന്ന് വിതരണം ചെയ്തിട്ട് ആളുകൾക്ക് വിതരണം ചെയ്യുന്നവരുണ്ട്, വീട്ടിൽ കൊണ്ടുപോകുന്നവരുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും. അതേപോലെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് വേണ്ട പട്ട് സാധനങ്ങളൊക്കെ ഇവിടെ പുറത്ത് തന്നെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ എല്ലാ ഭാഗവും നടന്ന് കണ്ടു. ഭയങ്കര ക്ഷീണിച്ചു പോയിട്ടോ. ഉച്ച നേരത്ത് അത്രത്തോളം തിരക്കും വെയിലും എല്ലാം കൂടിയായിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് എല്ലാം ചുറ്റിക്കണ്ട് അവിടുന്ന് തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ തൊട്ടടുത്ത് തന്നെ കരിമ്പ് ജ്യൂസിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ജ്യൂസൊക്കെ കുടിച്ചു. അവിടെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിരുന്നു. ദേവീക്ഷേട്ടിലെ ഗണപതി പ്രതിഷ്ഠ അത്രയും വലിയ പ്രതിഷ്ഠയാണ്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഫുൾ ഗോൾഡൻ ആണെന്നുള്ളതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ആ ഒരു കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത്രത്തോളം ഒരു കാന്തിക ശക്തി അതിനുണ്ട് എന്നുള്ളത്. ഭയങ്കര സുരക്ഷാ ക്രമീകരണങ്ങളോട് കൂടിയിട്ടാണ് അവിടെ തന്നെ കയറ്റി വിടുന്നതും തൊഴാൻ ഉള്ളിൽ കയറ്റുന്നതും ഒക്കെ.
അപ്പോൾ അത്രത്തോളം നമുക്ക് പുറത്തുനിന്ന് എടുക്കാൻ പറ്റിയിട്ടേ ഉള്ളൂ ഫോട്ടോസൊക്കെ. അകത്ത് കയറാനോ ഇതിനൊന്നും നമുക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ കിട്ടിയത് എടുത്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണാം. ബൈ.